ഒരു എത്ര വർഷത്തിന് ശേഷമാണ് മൊത്തം വോട്ടിൽ വർധനവുണ്ടാവില്ലേ? ഏതായിരുന്നാലും CPM BJP ഒരു കാൻഡിഡേറ്റിനെ നിർത്തേണ്ടെന്ന് ആദ്യം തീരുമാനിച്ചു. നിർത്തിയപ്പോൾ തന്നെ ഏത് സ്വഭാവത്തിലുള്ള കാൻഡിഡേറ്റിനെയാണ് നിർത്തിയത്? അതെ, കുഴപ്പമില്ല. ഞങ്ങൾ പറയുന്നത് അത് കുറച്ചുകൂടി സൂക്ഷ്മമായി പരിശോധിക്കണം. ഏത് മേഖലയിൽ നിന്നാണ് BJPയുടെ വോട്ട് വന്നത്, കുറഞ്ഞതെന്നൊക്കെ. ഏതായിരുന്നാലും ഒരേ സ്വഭാവത്തിൽ CPMഉം BJPയും സംസാരിക്കുന്നു എന്നത് അപകടകരമായ ഒരു പ്രവണതയാണ്. അത് തിരുത്താൻ കേരളം തയ്യാറാകിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ റിസൾട്ട് നമ്മളോട് പറയുന്നത്. അതെ, അപ്പോൾ അൻവർ എന്താണ് ഉയർത്തിയത്? അല്ല, അൻവർ ഉയർത്തിയ വിഷയം ഭരണവിരുദ്ധ വിഷയമാണ് അല്ലേ? അല്ല, അതന്നെ. അൻവർ LDFിൻ്റെ ഭാഗത്താണെങ്കിൽ നിങ്ങൾക്ക് പറയാം അൻവർ പ്ലസ് LDF എന്ന്. അൻവർ ഉയർത്തിയ വിഷയം വോട്ട് ഫിഗർ. അതെ, അല്ല, അതെങ്ങനെയാണ് LDF? അതായത് LDFിനെ പിണറായി സത്തിനെതിരെ നഖശികാന്തം എതിർത്ത ഒരാളുടെ വോട്ട് എങ്ങനെയാണ് CPM പക്ഷത്ത് കൂട്ടുക? അതെന്ത് ലോജിക്കാണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. PV അൻവറിൻ്റെ സീറ്റാണോ അത്? എത്രയാണ് കഴിഞ്ഞ ഭൂരിപക്ഷം? 2000-ൽ ശിഷ്ടമാണ് ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷം CPMൻ്റെ ഭൂരിപക്ഷമാണ് അല്ലേ? 2000 ശിഷ്ടം വോട്ട് ഭൂരിപക്ഷം CPMൻ്റെതല്ലേ? അതിനെ അട്ടിമറിക്കുകയാണ് ചെയ്തത്. അതെ, അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ട്, അൻവർ ഉയർത്തിയ വിഷയങ്ങൾക്ക് സ്വീകാര്യതയുണ്ട്. അതുതന്നെയാണ് ആ തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, CPMന് നിർത്താവുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ് സഖാവ് പിണറായി വിജയൻ എന്താ പറഞ്ഞത്? ഞങ്ങൾ നിർത്തിയിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയനായ കാൻഡിഡേറ്റ്, ആ ശ്രദ്ധേയനായ കാൻഡിഡേറ്റിന് വരെ ജനം പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത്രമേൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഒപ്പം വിഭാഗീയ രാഷ്ട്രീയവും വിദ്വേഷ പ്രചരണവും CPM നടത്തിയാൽ അതിനെ പുറങ്കാലുകൊണ്ട് ജനം ചവിട്ടി എറിയും എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പറയുന്നത്. വെൽഫെയർ പാർട്ടിക്ക് അത്തരം ആലോചനകൾ ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങൾക്ക് നിങ്ങൾ കുറേ സംഗതികൾ ചാർത്തി നൽകിയിട്ടുണ്ട്, പ്രിയപ്പെട്ട മീഡിയ പ്രവർത്തകർ. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, കാരണം പല രൂപത്തിൽ ഞങ്ങളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ മീഡിയ അറ്റാക്കിന് ഏറ്റവും കൂടുതൽ നിലമ്പൂരിൽ വിധേയമായ പാർട്ടി വെൽഫെയർ പാർട്ടിയായിരിക്കും. CPMൻ്റെയും പല മീഡിയകളുണ്ട്. ഞങ്ങൾക്കതിൽ നിങ്ങളോട് പരിഭവമൊന്നുമില്ല, കാരണം മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞാൽ പല രൂപത്തിൽ നമുക്കത് റിപ്പോർട്ട് ചെയ്യേണ്ടിയൊക്കെ വരുമല്ലോ. ഞങ്ങൾ അത്തരം ചർച്ചയിലേക്കൊന്നും പോയിട്ടില്ല. വെൽഫെയർ പാർട്ടി കൃത്യമായൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തുകൊണ്ടാണ് UDFനെ പിന്തുണച്ചത്. ആ സ്റ്റാൻഡ് നിലമ്പൂർ ഇലക്ഷന് നമ്മൾ സ്റ്റാൻഡ് എടുത്തു, അതിൽ തുടരും. രാഷ്ട്രീയത്തിൽ ചർച്ചകളൊക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ UDFൻ്റെ മായി സഹകരിച്ച് മത്സരിച്ചിട്ടുണ്ട്, LDFുമായി സഹകരിച്ച് മത്സരിച്ചിട്ടുണ്ട്. അത് പറയാനുള്ള ഭയം CPMനുണ്ട്. വളരെ ഗൗരവത്തിൽ ചോദിക്കാനുള്ള ഭയം നിങ്ങൾക്കുണ്ടോ എന്ന് നമുക്ക് തോന്നാറുണ്ട് ഇടയ്ക്കൊക്കെ. അങ്ങനെ ഉണ്ടല്ലോ ഒരു ചോദ്യത്തിലൂടെ. അതായത് ചോക്ക് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ വലിയ ചർച്ചയായി. ഒരു ഹിന്ദു മഹാസഭ പിന്തുണ പ്രഖ്യാപിച്ചു, ഫോട്ടോ വന്നു. കേരളം എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാറുന്നത്? അതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ലല്ലോ CPM. അതിനെ തുടർന്നാണ് RSSൻ്റെ വോട്ട് വാങ്ങിയെന്ന് പറയുന്നത്. ഇതൊക്കെ എന്ത് സോഷ്യൽ ഫാബ്രിക്കാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത്? അല്ല, നിങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയ ഉദ്ദേശങ്ങളൊന്നും ഇല്ലെങ്കിലേ ഇപ്പോൾ പിണറായി വിജയന് CPMന് ഏറ്റവും കൂടുതൽ അറ്റാക്ക്